നമ്മുടെ മുന്നിലുള്ളത്. ഭിന്നിച്ചു നിൽക്കാനുള്ളതാണോ നമ്മൾ ഇനിയുള്ള നാളുകൾ? അതുകൊണ്ടാണ് ഞാൻ മെനിയാന്ന് അരീക്കോട് വെച്ച് പറഞ്ഞു, ഇനി നമ്മുടെ നാളുകൾ ഒന്നിച്ചുള്ളതാണ്, ഒരുമിച്ച് പോകണം. കുറേയേറെ ഭിന്നതയിൽ നിന്നിട്ട് എന്ത് കാര്യം? എല്ലാവരും, നിങ്ങളായാലും ആരും, ഈ പച്ചപ്പതാക തണലുണ്ടാവും, നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗത്തിൻ്റെ മുമ്പ് എൻ്റെ അടുത്തിരുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് എൻ്റെ, അതിനു മുമ്പ് ഞാൻ ഖലീൽ ബുഖാരി തങ്ങളെ, സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളോട് ഞാൻ ഡയാലിസ് സെൻറ്റർ സന്ദർശിക്കാൻ പറഞ്ഞു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു. പേരോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിക്കും, നിങ്ങൾ എൻ്റെ കുറ്റ്യാടിയിലേക്ക് വരണമെന്ന് എന്നെയും വിളിച്ചു, ഞാനും വരാമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണ്, ഞങ്ങൾ എല്ലായിടത്തും പരസ്പരം പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, ആരെയും ശത്രുതയായി കാണില്ല. ഞങ്ങൾക്കെല്ലാവരും ഒന്നാണ്, ഈ പ്രസ്ഥാനത്തിനൊന്നാണ്. കേരള യാത്രക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദിന് മുസ്ലിം ലീഗിൻ്റെ പച്ച പതാക പിടിച്ചുകൊണ്ടാണ് അഭിവാദ്യം അർപ്പിച്ചത്. ഇനിയും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ശത്രുത വെച്ച് പുലർത്തുന്നത്? ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ജബ്ബാർ ഹാജിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അരീക്കോട് നടന്ന സ്വീകരണത്തിലും ജബ്ബാർ ഹാജി ഇതുപോലെ ചില കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം ഒരുപാട് വെറുപ്പും വിദ്വേഷവും പ്രശ്നങ്ങളുമായിട്ടൊക്കെ കഴിഞ്ഞു പോയിരുന്നവർ ഒരുമിച്ച് കൂടുകയാണ്. അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, അവർക്കൊപ്പമാണ് ഇനി. കേരള യാത്രയുടെ ഓരോ വഴികളിലും AP ഉസ്താദിന് അഭിനന്ദനം അർഹിക്കുന്ന ലീഗുകാരെ നമ്മൾ കണ്ടു അല്ലേ? ഇത് കാന്തപുരം ഉസ്താദിന്റെ ആദ്യ യാത്രയല്ല, മൂന്നാമത്തെ യാത്രയാണ്. ആദ്യ 2 യാത്രകളിലും പല രാഷ്ട്രീയക്കാരെയും പല പ്രസ്ഥാനക്കാരെയൊക്കെ അഭിനന്ദനങ്ങളുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ലീഗുകാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് ലീഗുകാരാണെന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൂടെയൊക്കെ കേരള യാത്ര കടന്നു പോകുമ്പോഴും ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി, യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെയാണ് അവിടെ അഭിനന്ദനം വിളിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്നും കണ്ടത്. അതുപോലെ തന്നെ കേരള യാത്രയുടെ വേദികളിൽ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നു. എന്തൊരു നല്ല കാഴ്ച അല്ലേ? എല്ലാ രാഷ്ട്രീയക്കാരോടും സമദൂരം പാലിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ ആ ഒരു നയങ്ങൾ ഇപ്പോഴാണ് യാഥാർത്ഥ്യമായി എന്ന് തോന്നിപ്പോകുന്നത് എനിക്ക്. കാരണം ഇതുവരെ AP ഉസ്താദിന്റെ നയം അതാണെങ്കിലും ലീഗുകാരൊന്നും കാര്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതാ അവര് പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ AP വിഭാഗത്തെ ഒരുമിച്ച് ഒപ്പം നിർത്താൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞ് കൊണ്ട് രംഗത്ത് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നിപ്പോവാണ്. എന്തായാലും വെറുപ്പും വിദ്വേഷമൊക്കെ എപ്പോഴും മാറ്റി നിർത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സുന്നി ഐക്യത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട്. ഇരു സമസ്തകളും ഒന്നിക്കാനുള്ള അവസരങ്ങളൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട് എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും എല്ലാം സാധ്യമാവട്ടെ എന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ ജബ്ബാർ ഹാജിയുടെ ഈ വാക്കുകൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ വേദനപ്പെടുത്തിയ ചില വിഷയങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. പക്ഷേ പാണക്കാട്ട് തങ്ങളെ വന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് ഇടവണ്ണപ്പാറയിൽ വെച്ച് വളരെ വളരെ മോശമായി പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവരും. അത് ലീഗുകാർ മാത്രമായിരുന്നില്ല. മറുപടിയല്ല, അതിന്റെ വിശദീകരണം. കാരണം ഖാലിസ്ഥാനം ചോദിച്ചു വാങ്ങി നടക്കുകയാണ് എന്നൊക്കെയുള്ള ഏറ്റവും ചുരുക്കമായ പ്രസ്താവന നടത്തിയപ്പോൾ അതിനെതിരെ അത് ശരിയല്ലെന്ന് അതിന്റെ നിജസ്ഥിതി പറയുകയും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ വൈകിട്ട് എല്ലാ പോസ്റ്റിലും ഒരു, ഞങ്ങളുടെ വാട്സപ്പുകളിലും എല്ലായിടത്തും ഒരു പോസ്റ്റർ, ഇന്നെങ്ങാനും ഇന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും സ്റ്റേജിൽ പറഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലായിട്ട് കൂടി വന്നു. ഞങ്ങൾ അടുത്ത 18-ാം തീയതി പാണക്കാട്ടേക്ക് മാർച്ച് നടത്തും. അത് ഒരു സ്ഥലത്തല്ല, പല ഗ്രൂപ്പുകളിലേക്ക് വന്നു എന്ന് സമസ്ത മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ ശജറപ്പാൽ കുടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കളയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയും പറയുന്നു, അത് 1000 വട്ടം ആണയിട്ട് ആവർത്തിച്ച് പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തെറ്റില്ല, ഞങ്ങൾ ആരെയും വിമർശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അതായിരുന്നു എനിക്ക് തിരിയില്ല, വല്ലാത്തൊരു കുറ്റപത്രം. അത് ഞാൻ മാറ്റി പറയണം. പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാൻ അതിന് കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ എനിക്കറിയാം, എന്നെ നിർത്തിയത് പാണക്കാട്ടെ തങ്ങളാണെങ്കിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന് ഒപ്പം നിന്നവർ തന്നെ അവർക്കെതിരെ രംഗത്ത് വന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പാണക്കാട്ടേക്ക് ഇവരൊരു മാർച്ച് നടത്തുമെന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഒരു പരിപാടി, അവിടെ ഒരു വിശദീകരണം എന്നുള്ള നിലക്ക് സംഘടിപ്പിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹം അതിൽ EK വിഭാഗം സംസ്ഥയിലുള്ള ചില ആളുകൾക്കെതിരെ അതിൽ രൂക്ഷമായിട്ട് തന്നെ പല വിമർശനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാരും രംഗത്ത് വന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കുറച്ചും കൂടി പറയുന്നുണ്ട്. വീടുകളൊക്കെ നിങ്ങൾ ടെലിഫോൺ നമ്പർ ശേഖരിച്ച് പ്രത്യേകമായ വാർ റൂം തുറന്ന് ഖുർആൻ ഓതി നടത്തി, എല്ലാം നിങ്ങൾ നടത്തി നോക്കി. തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൃത്യമായ പരാജയം 3000-ലേറെ വോട്ടിന് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പോലും നിങ്ങൾ പ്രചരിപ്പിച്ചു നടന്നു ഓരോ സ്ഥലങ്ങളിൽ. അതിനുള്ളതായ എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾ നടത്തി. എന്തിന്? നമ്മൾ ഒക്കെ അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. ഖബറിൽ വെക്കാൻ പോലും മയ്യത്തിനെ സമ്മതിക്കാത്തപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലേ? ഈ ലീഗ് എന്ന പ്രസ്ഥാനം നിങ്ങൾക്ക് സഹായത്തിന് കൂടിയുന്നില്ലേ? എത്ര സ്ഥലങ്ങളിൽ, എത്ര പ്രശ്നങ്ങളിൽ നിങ്ങളത് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ ഫോം ഞാൻ പൂരിപ്പിച്ചപ്പോൾ 4 കേസ് നിലവിലുണ്ടെന്ന് കാണിച്ചു. അത് 4ഉം ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി ഞാൻ എന്നതിൻ്റെ ഫലമാണ് ആ കേസ് എനിക്ക് വന്നത്. എന്നിട്ടും നമുക്കാർക്ക് അതിലൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ വന്നിട്ടും നിങ്ങൾ തോൽപ്പിക്കാനായിരുന്നു ഓടിയത്. എന്തിനാണെന്ന് എനിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലായി. ആരെങ്കിലും ദ്രോഹിച്ചോ? ആരെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് പ്രസംഗിച്ചോ? പ്രവർത്തിച്ചോ? ഇന്നത്തെ പല സ്ഥാനങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട സമസ്തയിൽ വഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടും ഞാൻ സ്വയം മാറി നിന്നതല്ലാതെ
എൻ്റെ എതിരിൽ ഏതെങ്കിലും ഒരു നടപടിയെടുത്തതായി ഏതെങ്കിലും ഒരു വരി കാണിച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് മെമ്പറായിരുന്നു. അതുപോലെ തന്നെ 26 അംഗങ്ങളാണ് സംസ്ഥക്കാകെ വിദ്യാഭ്യാസ ബോർഡ്. അതിലൊന്നും ഞാനായിരുന്നു. ഈ ജബ്ബാറാജി പറയുന്നത് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ കൂടി നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതിന്റെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ടതൊക്കെ നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്നിട്ട് പോലും എന്നെ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതുപോലെ തന്നെ എനിക്കെതിരെ ഒരുപാട് കേസുകൾ നിലവിലുണ്ടായിരുന്നു. അതിനുള്ള കാരണം ഈ സമസ്തയിൽ ഒപ്പം നിന്നു എന്നുള്ള കാരണത്താലെയാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, നിരവധി കേസുകൾ, പല പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ, സുന്നികൾ രണ്ടായതിനു ശേഷം. ഇപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പൊ എനിക്ക് സത്യത്തിൽ ഈ അവസാനം പറയുന്നത് കേട്ടപ്പോൾ വേദനയാണ് തോന്നിയത്. കാരണം എ പി വിഭാഗത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇ കെ വിഭാഗത്തോട് ഒരു ഭിന്നത ഇവർ രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്നുള്ളത്, അതും കൂടെ അവർ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ജബ്ബാറാജിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരിൽ പിന്നെയും വെറുപ്പും വിദ്വേഷമൊക്കെ വരുമോ എന്ന് തോന്നിപ്പോവാണ്. നമ്മൾ ഒരുപാട് കാലം ഒരുപാട് ഭിന്നിച്ചു നിന്നില്ലേ, പിന്നെ എന്താണ് അതിന്റെ ആവശ്യം? സുന്നികൾ ഇതാ ഒരേ ആശയവും ആദർശത്തിലെത്തുമ്പോൾ അവർ ഒരുമിക്കാൻ ഇതാ പോകുന്നു എന്ന് വരുമ്പോൾ മുസ്ലിം ലീഗും ഒരു ലീഗിന്റെ രീതിയിൽ നിൽക്കട്ടെ, CPM അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കട്ടെ, മതസംഘടനകൾ സുന്നികൾ ഒരുമിച്ച് നിൽക്കട്ടെ, മറ്റു വിധത്തിലെ കക്ഷികൾ ആ രീതിയിൽ പോകട്ടെ. ലീഗ് എല്ലാവരെയും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എല്ലാവരെയും ചെയ്യുന്ന രീതിയിൽ അവരും നീങ്ങട്ടെ. ഇവിടെ ഒരു വെറുപ്പ് അവരോട് ഇനി വേണം. എ പി വിഭാഗത്തെ ചേർത്ത് പിടിക്കുമ്പോൾ മറുപക്ഷത്തോട് ഒരു വെറുപ്പ്, അവരോട് ഒരു വിദ്വേഷം എന്നുള്ള രൂപത്തിൽ വേണോ എന്നുള്ള ചോദിക്കാം. ഒരിക്കലും അതും വേണ്ടല്ലോ. മുസ്ലിം ലീഗ് നേതൃത്വം എ പി വിഭാഗത്തെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഇ കെ വിഭാഗത്തെ കൂടി നിങ്ങൾ അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് വേണ്ട സഹായവും സഹകരണവും ഒക്കെ നിങ്ങൾ തുടർന്നും പോകണം എന്നുള്ളതാണ് നമുക്ക്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാലത്ത് എ പി വിഭാഗത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണക്കാരും ഇ കെ വിഭാഗത്തിൽപ്പെട്ട പല ആളുകളും ആയിരുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ പറയാനുള്ള എന്താ അറിയോ, അത് വേണ്ട. ഇനി ആ വെറുപ്പുകൾ വേണ്ട, ആ വിദ്വേഷം വേണ്ട എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇരു സുന്നികളും ഒന്നാവാൻ പോവാം. ഇൻഷാ അല്ലാഹ് അത് നടക്കണം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉസ്താദ് തന്നെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇനി എ പി കാരോട് ഒരു അടുപ്പവും മറ്റുള്ളവരോടൊരു വെറുപ്പും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഇനി നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാം എന്ന് തന്നെയാണ്. രാഷ്ട്രീയക്കാരെ വഴി, മതത്തിന്റെ ആളുകൾ ആ വഴി, ആ വഴിയിൽ നമുക്ക് നീങ്ങാം. അതാണ് എനിക്ക് പറയാനുള്ളത്.